Hey guys and welcome once again to Tamji. പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിലും സൗബിനും ചെമ്പൻ വിനോദൊക്കെ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വന്നിട്ടുള്ള ഒരു പടം കണ്ടിട്ട് ഈ പടത്തിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. സ്ട്രിക്ട്ലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. ഇതിൻ്റെ സംവിധായകൻ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. പുള്ളിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഒരു 3 വർഷം മുന്നേ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം തൂമ്പ എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല കിട്ടിലോസ്കി ഒരു ഐറ്റാണ്. അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ് പുള്ളിയുടെ ഈ ഒരു സ്ക്രീൻ പ്ലേ സ്റ്റോറി ആക്കി അല്ലെങ്കിൽ സിനിമയാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളത് ബേസിലൊക്കെ ഇപ്പോൾ ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിൽ പടം മൊത്തത്തിൽ ഒരു വൈബ് പടം എന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ബേസ് ലൈൻ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്, ഒരു മർഡർ, അതിൻ്റെ പുറകിലുള്ള ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. പക്ഷേ അത് നടക്കുന്ന ഒരു സ്ഥലം, അതാണ് സിനിമേൻ്റെ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം. ഒരു കള്ള് ഷാപ്പ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ടിനു പാപ്പച്ചൻ മൂഡിൻ്റെ സിനിമയുടെ ഒക്കെ ഒരു വൈബ് എനിക്ക് തോന്നി. അതിൻ്റെ ഒരു ചെറിയൊരു വൈബ് നമ്മളെ ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ് ഒക്കെ ഉണ്ടല്ലോ, ടിനു പാപ്പച്ചൻ്റെ മറ്റേ നമ്മളുടെ അജഗജാന്തരം, ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമാണ്. അതായത് ആ ഒരു കട്ടുണ്ടല്ലോ, ബി റോൾ കട്ടുമൊക്കെ ടപ്പ് ടാവുന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഒരു സ്റ്റൈലിൽ മേക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവം. ഭയങ്കര ക്ലോസ് ഷോട്ടുകളും അങ്ങനെയുള്ള സംഭവങ്ങളും ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ. ഷൈജു ഖാലിദാണ് DOP ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് വിഷ്ണു വിജയ്. അപ്പോൾ അതൊക്കെ നല്ല ടോപ്പ് നോച്ച് ആയിട്ടാണ്. മ്യൂസിക് ആയാലും സിനിമാറ്റോഗ്രഫി ആയാലും ഡയറക്ഷൻ ആയാലും ഒക്കെ നല്ല കിടിലോസ്കി ഐറ്റം. അപ്പോൾ പടം ബേസിക്കലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതും ഒരു ഷാപ്പിൽ വെച്ചിട്ടുള്ള ഒരു കൊലപാതകം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം. ഇതിൽ ബേസിലിൻ്റെ ക്യാരക്ടർ ഉണ്ട് കേട്ടോ, നല്ല കിടിലോസ്കി ക്യാരക്ടർ എന്ന് വെച്ചാൽ പുള്ളി ചെയ്തിട്ടില്ലാത്തൊരു സംഭവം തന്നെയുള്ളൊരു ഇതിൽ പറയാം. ഒരു പോലീസ് ഓഫീസറാണ്. പോലീസ് ഓഫീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറുടെ ഒരു കോമഡിയാണ്, പക്ഷേ ഇൻ്റലിജൻ്റ് ആണ്, കോമാളിയാണ്, ആ രീതിയിലുള്ള ഒരു ക്യാരക്ടർ. അത് നല്ല കിടിലം പോലെ പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ബേസിലായാലും. പിന്നെ സൗബിൻ്റെ ക്യാരക്ടർ നല്ല കിടിലൻ ക്യാരക്ടറാണ്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായിട്ടുള്ള റോ ആയിട്ടുള്ള ക്യാരക്ടർ, അങ്ങനത്തെ സംഭവങ്ങളെ വെച്ചിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ വലിയ രീതിയിൽ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാതെ നല്ലൊരു സിമ്പിളായിട്ട് നമുക്കൊരു വൺ ടൈം വാച്ചിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സംഭവം, അങ്ങനത്തെ ഒരു സിനിമയാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചെമ്പൻ വിനോദ് ഉണ്ട്, പുള്ളി നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. വലിയൊരു സംഭവം അല്ലെങ്കിലും പക്ഷേ പുള്ളിനെ കുറേ കാലമായിട്ട് നമ്മൾ സ്ക്രീനിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെമ്പൻ വിനോദൻ. അപ്പോൾ ഇതിൽ നല്ലൊരു സംഭവമുണ്ട്, പുള്ളിയുടെ ഒരു സംഭവം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ കേസിൽ എടുത്തു പറയാനുള്ളത് ഇവരൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഹീറോയിനായിട്ട് പേര് ഞാൻ വിട്ടുപോയി, നമ്മളെ ഡാർവിൻ്റെ പരിണാമത്തിലെ നായികയാണ്, പുള്ളിക്കാരുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളി നല്ല രീതിയിലുള്ളൊരു നാടൻ ക്യാരക്ടറാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ലോക്കൽ പടം എന്ന് പറയില്ലേ, ലോക്കൽ, അതാണ് ഐറ്റം. എന്ന് വെച്ചാൽ ഒരു നാട്ടിൻ പുറത്തുള്ളൊരു ഷാപ്പ്, ആ ഷാപ്പിലൊരു കൊലപാതകം നടന്ന ആ നാട്ടിലുള്ള ആൾക്കാർ, ആ രീതിയിൽ അതാണ് പറഞ്ഞത്. സത്യം പറഞ്ഞ ഒരു മിനി അങ്കമാലി വൈബ് അടിച്ചിട്ടുള്ള ഒരു പടമായിരുന്നു എനിക്ക് പ്രാവിൻകൂട് ഷാപ്പ്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവം ഫസ്റ്റ് ഹാഫ് ഒക്കെ കിടിലം പോലെ നമ്മളെ പിടിച്ചിരുന്നുണ്ട്. ഇങ്ങനെ ഒരു ത്രെഡ് ഇങ്ങനെ എങ്ങോട്ട് പോകുന്നു എന്നുള്ള രീതിയിൽ ത്രെഡ്. അപ്പോൾ ബേസിൻ്റെ ക്യാരക്ടർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുള്ളിയുടെ ക്യാരക്ടറാണ് സിനിമേനെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതായത് ഭയങ്കര എന്താണ്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു പോലീസ് ഓഫീസർ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആ ഒരു സംഭവമാണ്. അതൊരു ടൈപ്പാണ് പുള്ളിയുടെ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ സംഭവങ്ങളും. പിന്നെ ചിരിക്കാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പൊട്ടിച്ചിരിക്കേണ്ട സംഭവം, അങ്ങനെ ഒരു കോമഡി അല്ല, പക്ഷെ ഹ്യൂമർ ബ്ലെൻഡറാണ്. അതിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് ഹ്യൂമർ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് എനിക്ക് കിടിലം പോലെ വർക്കായിട്ടുള്ള സാധനം. അതായത് നമുക്ക് സാധാരണ രീതിയിൽ നമ്മളറിയാലോ, ഹ്യൂമർ എന്ന് പറഞ്ഞാൽ, കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ കൗണ്ടർ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് കോമഡി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കോമഡി അവർ വർക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അതായത് സീരിയസ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്, നായകനായിക്കോട്ടെ, ബേസിൻ്റെ ഒരു സീനുണ്ട്, പോലീസ് സ്റ്റേഷൻ എന്നുള്ളൊരു ഫൈറ്റ്. പുള്ളി ഇങ്ങനെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കുന്നത് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിരി കയറുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റ്, അതാണ് സംഭവം. അതുപോലെ തന്നെയാണ് ചെമ്പൻ വിനോദിൻ്റെ ക്ലൈമാക്സിലൊരു സംഭവമുണ്ട്. പുള്ളിയുടെ ക്ലൈമാക്സിൽ അത്രയും ട്വിസ്റ്റൊക്കെ വരുന്ന ഒരു സമയത്ത് ആണ് പുള്ളിയുടെ ഒരു സംഭവം. അവിടെ പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ട്, നല്ല രസമായിരുന്നു അത്. ആ ഒരു സമയത്ത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോൾ, അതുകൊണ്ട് പറയുന്നില്ല.
ആ ഒരു സമയത്ത് എന്നുവെച്ചാൽ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇമോഷൻ വരേണ്ട സമയത്ത് അത് ഹ്യൂമർ വഴി അവർ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്കായി, എനിക്ക് വർക്കായി ആ 2-3 സ്ഥലത്ത്. ചിരി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ആ ഒരു മൈന്യൂട്ടായിട്ട് നമ്മളിങ്ങനെ ഒരു ഓക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ചിരിക്കാനുള്ള ഒരു സംഭവം സിനിമ തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകിൽ ഇങ്ങനെ അഭിനയിച്ചിട്ടുള്ള കുറേ ആൾക്കാർ പക്ക ലോക്കലായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അവരൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം സംഭവം, നല്ലൊരു പെർഫോമൻസ്, ഒരു സ്ലാങ്, അവരുടെ സ്ലാങ്ങും അവരുടെ സംസാരവും, ഏജ്ഡ് ആയിട്ടുള്ള കുറച്ച് വയസ്സന്മാരായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ സംഭവം. അതാണ് നമ്മളൊരു ഷാപ്പ് പോയി കഴിഞ്ഞാൽ, ഇവിടുത്തെ നാട്ടിലൊരു ഷാപ്പ് പോയി കഴിഞ്ഞാൽ നമ്മൾ കാണില്ലടി ആ സംഭവം തന്നെ. അത്തരത്തിലുള്ളൊരു സംഭവം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ബേസിക്കലി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് പടം. അത് ഒരു നടന്നിട്ടുള്ളൊരു സ്ഥലവും ആ സ്ഥലത്തെ ചുറ്റുപറ്റിയിട്ടുള്ള ആളുകളും അവരുടെ പിന്നെ കാമമുണ്ട്, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഏറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു ദ്വയാർത്ഥപ്രയോഗം എന്നല്ല, അതുകൊണ്ട് നമ്മൾ പക്ക ലോക്കലി നമ്മൾ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സംസാരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ആ നാട്ടുകാരുടെ ഒരു ഇന്നസെൻസ് ആണ് അതുവഴി കാണിക്കുന്നത്. അത്രയും ലോക്കലായിട്ട് അവർക്ക് അവരുടെ ലോകം എന്ന് വെച്ചാൽ അതാണ്. അപ്പോൾ ആ രീതിയിലുള്ള സംഭവത്തിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. തിയേറ്ററിൽ നിന്ന് കുറച്ച് നമുക്ക് ചിരിക്കാനും ഒക്കെ ചെറുതായിട്ടൊന്ന് കൈയടിക്കാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിലൊരു ഡയലോഗ് വഴി. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയായിട്ടാണ് ബേസിക്കലി പ്രാവൻകൂർ ഷാപ്പ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ട് നല്ല രീതിയിൽ ഒരു വൈബിൽ കണ്ടിരുന്ന് കുറച്ച് ത്രില്ലടിച്ച് കുറച്ച് ചിരിച്ച് അങ്ങനെ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു സിനിമ. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ സിനിമയെ കുറിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം. ഓക്കെ.